കൊമ്പുകൊണ്ട് അലന്റെ ഇടത് നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നെഞ്ചിനേറ്റ പരിക്കാണ് അപകട കാരണമായത്. അമിത രക്തസ്രാവം ഉണ്ടായി. ഒരുപാട് ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ചില ടോപ്പിക്കിനൊക്കെ വളരെ പെട്ടെന്ന് കേസും തീരുമാനങ്ങളൊക്കെ വരും, ചില ടോപ്പിക്കിൽ പെട്ടെന്നൊന്നും തീരുമാനം വരൂല. പക്ഷേ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു തീരുമാനമോ ഒരു കൺക്ലൂഷനോ വരാണ്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കേസ് ഉണ്ട്. അത് ഒരു വയനാടുകാരി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ മാസത്തിൽ ഒരു കേസെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കും. സോഷ്യൽ മീഡിയയിൽ ഇതൊരു വലിയ ചർച്ചയാണോ, ഡിസ്കഷൻ നടന്നോ, ഡിബേറ്റ് നടന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പം കേസ് എന്താണെന്ന് വെച്ചാൽ, കാട്ടാന കുത്തി അലൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുറച്ച് ദിവസങ്ങൾ മുമ്പ് മരിച്ച ന്യൂസ് നിങ്ങൾക്ക് അറിയോ അറിയില്ല. ഞാൻ വൈ ഇറ്റ് കണക്ട് ടു വയനാട് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇവിടെ കാട്ടാന ഇറങ്ങുക, കാട്ടാന കുത്തുക, കൃഷി നശിപ്പിക്കുക, പന്നി ഇറങ്ങി വാഴത്തോട്ടം നശിപ്പിക്കുക. ഈവൻ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൃഷിയുള്ള സ്ഥലത്ത് പന്നി ഇറങ്ങിയിട്ടുള്ള വീഡിയോ. പിന്നെന്താ കടുവ പിടിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും ഉള്ള ന്യൂസാണ്. നമ്മൾ ഇന്നല്ലേ നാളെ നമ്മളുടെ പല ഏരിയകളിലും കേൾക്കുന്ന ന്യൂസ്. ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് എപ്പോഴും കടുവ ഇറങ്ങുക എന്ന് പറയാം. എൻ്റെ വീടിൻ്റെ ഈ മുകളിൽ ഭാഗത്തൊക്കെ കടുവ ഇറങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഏരിയയിലുള്ള എന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടുകാരുടെ അടുത്തൊക്കെ വീടിന് ചുറ്റും ലൈറ്റ് ഇട്ട് വെക്കാനൊക്കെ പറഞ്ഞ അങ്ങനത്തെ കുറേ ന്യൂസസ് ഉണ്ടായിരുന്നു. പക്ഷെ റീസെൻ്റ്ലി ഒരു കുട്ടിയുടെ ന്യൂസ് ഭയങ്കര വൈറലായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് നടന്ന ടോപ്പിക്കാണ്. ഞാൻ ഇതിങ്ങനെ സംസാരിക്കണ്ടേ എന്ന കൺഫ്യൂഷനിൽ ഇങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നി സംസാരിക്കണം. കാരണം ഞാൻ ഈ ടോപ്പിക്ക് കൂടെ കൺവേ ചെയ്യുന്നത് ആ മരിച്ച അലന്റെ കേസ് മാത്രമല്ല, ഇതേ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇതേ പേടിയിൽ ജീവിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. അവരെയും കൂടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ കേസ് എന്താന്ന് വെച്ചാൽ, അത്യാവശ്യം യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാവും ഡയമണ്ട് കപ്പിൾസ് എന്ന് പറയുന്നത്. ഈ ഡയമണ്ട് കപ്പിൾസിലെ ആൻമേരിയുടെ അനിയനാണ് ഈ അലൻ എന്ന് പറയുന്നത്. അപ്പൊ അലൻ ഒരു കാട്ട് ഏരിയയിലാണ് ജീവിക്കുന്നത്. ആൻമേരിയയുടെ വീഡിയോ കൂടിയും വ്ലോഗ് കൂടിയും അനിയനെയും പിന്നെ അവരുടെ ജീവിക്കുന്ന സ്ഥലത്തിലെ ചില പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഓൾറെഡി വീഡിയോസ് കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പം അനിയനും അമ്മയും കൂടെ പുറത്തേതോ കസിന്റെ വീട്ടിൽ പോയിട്ട് രാത്രി തിരിച്ചു വരികയായിരുന്നു. അപ്പൊ വരുന്ന സമയത്ത് അവര് വരുന്ന വഴിയിലൊന്നും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അങ്ങനെ ഒരു കാട്ടാന അമ്മേനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അപ്പൊ അമ്മേനെ രക്ഷിക്കാൻ വേണ്ടി അലൻ പോയതാണ്. പക്ഷെ കാട്ടാനേന്റെ അറ്റാക്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിന്റെ സാധനങ്ങൾ വാങ്ങിച്ച് കൈമാറി. നമ്മളിപ്പോ ഈ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഈ അലൻ എന്ന് പറയുന്നത്. ഇതാണ് ഡയമണ്ട് കപ്പിൾസിൽ ആൻമേരി. അപ്പൊ അവരുടെ വ്ളോഗിൽ അനിയനെ കാണിച്ചതാണ്. അപ്പൊ ഞാൻ ആ മോന്റെ ഒരു ചെറിയ വീഡിയോ കാണിച്ചതാണ്. ചെറിയ മോനാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഇതിൽ കാണുന്നുണ്ട്. നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം. സ്ത്രീയുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു അലനും അമ്മ വിജിയും. വരുന്നതിനിടെ അടുത്തുള്ള കടയിൽ കയറി വീട്ടിലേക്ക് ആവശ്യമായ പാൽ ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങളും വാങ്ങി. ഈ സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, വൈദ്യുതി ബന്ധം ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്തും ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടാന മുന്നിൽപ്പെട്ടത് ഇവർ രണ്ടുപേരും കാണുകയും ഉണ്ടായില്ല. ആദ്യം കാട്ടാന ആക്രമിക്കാൻ അടുത്തത് അമ്മ വിജയാണ്. അപ്പോൾ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് ഈ അലന്റെ നേരെ ആക്രമണം ഉണ്ടായത്. ഈ കൊമ്പുകൊണ്ട് അലന്റെ ഇടത് നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നെഞ്ചിനേറ്റ പരിക്കാണ് അപകട കാരണമായത്. അമിത രക്തസ്രാവം ഉണ്ടായി. അമ്മ കയ്യിലുള്ള ഫോൺ വെച്ച് സഹോദരി, അതായത് മകളെ വിളിക്കുന്നു. മകൾ തൊട്ടടുത്തുള്ള വീട്ടുകാരെ വിളിക്കുന്നു. അവരാദ്യം വിചാരിച്ചത് വീടിനകത്താണ് ആക്രമണം ഉണ്ടായതെന്നാണ്. അവിടേക്ക് പോയി നോക്കുന്നു, അവിടെ കണ്ടില്ല. പിന്നീട് ആളുകളേറെ പേടിച്ച് കുറെ സമയമെടുത്താണ് ഇവിടേക്ക് വന്ന് നോക്കുന്നത്. അപ്പോഴാണ് അമ്മയെയും മകനെയും കാണുന്നത്. എനിക്ക് ഫുൾ ന്യൂസ് കാണാനുള്ള ഒരു ത്രാണിയില്ല. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ന്യൂസ് ഇങ്ങനെ ചെയ്യണോ, പറയണോ, സംസാരിക്കണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലുണ്ടായിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് 3-4 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ പോയത്. ആദ്യത്തത്, ആ കടയിൽ ചെന്നിട്ട് അത്രയും സാധനങ്ങൾ ഇന്ന് വീട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ വാങ്ങി വരുമ്പം അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ ദ നെക്സ്റ്റ് മൊമെന്റ് അവരുടെ ലൈഫ് തന്നെ പോകുന്നുള്ളത് ഒരു സെക്കൻഡെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? രണ്ടാമത്തത്, ആ അമ്മ കൺമുന്നിൽ കാണുകയാണ് സ്വന്തം മകന്റെ മരണം. മരിച്ചിട്ടില്ല, സ്വന്തം മകനെ ആന ഉപദ്രവിക്കുന്നത്. അതിലും വലിയ മെന്റൽ ഷോക്ക് ആ അമ്മയ്ക്ക് ജീവിതത്തിൽ വരാനില്ല. കാരണം അമ്മേന്റെ നേരെ വന്ന ആനേനെ അമ്മേനെ രക്ഷിക്കാൻ വേണ്ടി പോയ മകനെ കൊമ്പ് കൊണ്ട് കുത്തുക എന്ന് പറയുമ്പോഴുള്ള ആ അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നാലും ആ വെപ്രാളത്തില്
മോളെ വിളിക്കലും മോളെ വിളിച്ച സമയത്ത് നാട്ടുകാർ ആദ്യം ചെന്നത് വീട്ടിലോട്ടാണ്. അപ്പൊ ഇവരുടെ വീടും ചുറ്റുമുള്ള ചുറ്റുപാടിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി മനസ്സിലാവുന്നുണ്ട് ഓരോ വ്യക്തികളുടെ ദയനീയതയും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ സ്ഥലത്ത് ജീവിക്കുന്നേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സ്വന്തം ജീവിതത്തിന് അപായമുള്ള ഒരു സ്ഥലമായിരുന്നെങ്കിൽ എന്തിന് എന്നൊരു ചോദ്യം വരികയാണ്. മൂന്നാമത്തത്, ആ വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ആ വീഡിയോ ക്ലിപ്പിംഗ്സ് കണ്ടാൽ തന്നെ അറിയാം, പകൽ സമയത്ത് പോലും മനുഷ്യന്മാർക്ക് അതിൽ പോകാൻ തോന്നില്ല. രണ്ട് സൈഡും അവസ്ഥയാണ്. ഇപ്പം രാത്രി ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലെ പബ്ലിക്കിനെ സേവിക്കുന്ന ആൾക്കാർ, ഇൻക്ലൂഡിങ് ഓൾ, ഫോറസ്റ്റുകാരായിക്കോട്ടെ, പഞ്ചായത്തിലുള്ള ടീമായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇവർക്കൊക്കെ പിന്നെ എന്താ അവിടെ ചെയ്യുന്നത്? എന്തായാലും ഡെഫിനറ്റ്ലി ആ ഏരിയയിലുള്ള ആൾക്കാരെ കേസ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ അപേക്ഷ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു സ്ട്രീറ്റ് ലൈറ്റ് വേണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും അതൊന്നും ചെയ്യാൻ ഇവർക്ക് ആയില്ലേ? സർക്കാർ ഇതിനൊന്നുള്ള ഫണ്ട് തരുന്നില്ല, അല്ലെ തരുന്ന ഫണ്ടൊക്കെ വേറെ എന്തിനെങ്കിലും ആണോ ഉപയോഗിക്കുന്നത്? ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇതിൽ റിയാക്ട് ചെയ്യാനല്ല, എനിക്ക് ഈ 3 കാര്യങ്ങൾ എന്റെ മനസ്സിൽ കൂടെ എങ്ങനെ പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി 3 കാട്ടാനകളാണ് ഈ പ്രദേശത്ത് ചുറ്റിപ്പറ്റി നിന്നിരുന്നത്. പലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരൊക്കെ വരും, പടക്കം പൊട്ടിക്കും, ബഹളം ഉണ്ടാക്കും, കയറ്റി വിടും. പക്ഷെ അപ്പോഴും ഉൾക്കാട്ടിലേക്ക് ആന പോയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയും ഈ പ്രദേശത്ത് കാട്ടാന ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായൊരു മുന്നറിയിപ്പ് പ്രദേശവാസികൾക്ക് നൽകിയില്ല. അങ്ങനെ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല. ആഴ്ചയായിട്ട് 3 കാട്ടാനേനെ കണ്ടു. എന്നിട്ട് പടകൊക്കെ പൊട്ടിച്ച് ഓടിച്ചാലും പടകം പൊട്ടാൻ കാത്തുക്കല്ലേ ആന ഇങ്ങോട്ട് ഓടി ഒളിക്കാന്. എന്നാലും കാട്ടിന്റെ ഉള്ളിലോട്ടൊന്നും പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഫോറസ്റ്റുകാർക്ക് അറിയായിരുന്നു. ഒരു മുന്നറിയിപ്പ് തന്നിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന്. ഈ ജോലി കിട്ടിയിട്ട് കാര്യമല്ല, പണിയെടുക്കണം. ഫോറസ്റ്റുകാരെന്ന് പറയുന്ന ഒരു ലേബൽ കിട്ടി അവിടെ അങ്ങ് ഇരുന്നിട്ട് കാര്യമല്ല, പണി മര്യാദയ്ക്ക് എടുക്കണം. ഒരാഴ്ച മുമ്പ് ആനേനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷനും കാര്യങ്ങളും വെക്കണം, CCTV വെക്കണം, പ്രോപ്പർ ഫെൻസിങ് ചെയ്യണം. ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലേ? ഇതൊന്നും പഠിച്ചിട്ടില്ലേ? അവർക്കൊരു അറിവ് പോലും കൊടുത്തിട്ടില്ല. ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. നമ്മൾ കരുതി ഒരു ജീവൻ എന്താ ഇപ്പൊ പറ്റുക? ആ അമ്മയ്ക്ക് താങ്ങായിട്ടുള്ള മോനാണ്. ആരോട് പറയാൻ, എന്ത് പറയാൻ? ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും അതാണ് MLA ഒന്നും അവർക്ക് വേണ്ട ഫണ്ട് എന്താണെന്ന് വെച്ചാൽ ശരിയാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ 4 മാസമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ കൃഷിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ വാടക കൊടുത്തിട്ട് ഇപ്പോൾ മുണ്ടൂരാണ് താമസിക്കുന്നത്. പലപ്പോഴും രാത്രി 8 മണിക്ക് ശേഷം നമുക്ക് കടയൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോൾ മറ്റുള്ളവരുടെ പണിക്ക് പോകുമ്പോൾ അവർ പറയുന്ന സമയത്തല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഉപജീവനത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നവരാണ് ഞങ്ങൾ. രാത്രി ഇറങ്ങാൻ പറ്റുന്നില്ല. കുരങ്ങ്, ആന, മലയണ്ണാൻ, ഇത് 3ന്റെ ശല്യം കാരണം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ ഇട്ട് ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. വനംവകുപ്പ് എന്താ പറയുക? ഈ ആനകൾ സ്ഥിരം ഇങ്ങനെ പരിസരത്ത് തമ്പടിക്കും. ഒരു 6 മണിയാകുമ്പോൾ വന്ന് ഈ മലയിൽ ഈ ഭാഗത്തുനിന്ന് പൊട്ടിച്ച് പടക്കം പൊട്ടിച്ച് അങ്ങോട്ട് വിടും. അപ്പോൾ ആ ഭാഗത്തുള്ളവർ അവരെ വിളിക്കുമ്പോൾ അവർ ആ ഭാഗത്തുനിന്ന് പൊട്ടിച്ച്, എന്നാലും ഉൾക്കാടിലേക്ക് ഒരിക്കലും ഞാൻ കയറി പോകില്ല. ഇവര് പറയുന്ന ചെറിയ കുട്ടി തൊട്ട് വലിയ ചേച്ചിമാര് വരെ പറയാ, സ്വന്തം പേടിച്ചിട്ട് വീട് ഇവിടെ ഇട്ടിട്ട് വേറെ സ്ഥലത്ത് വാടകയ്ക്ക് പോയി ജീവിക്കുകയാണ്. എന്താ അവസ്ഥ? എന്താ ചെയ്യുന്നേ? അവർക്ക് ഫണ്ട് കൊടുത്ത എല്ലാം ആയോ? ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ട് അതിന് 5 ലക്ഷം 10 ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തുകൊണ്ട് എന്താ കിട്ടുന്നേ? ആ അമ്മയ്ക്ക് ആ മോനെ കിട്ടുമോ? ജീവിതകാലം മുഴുവൻ അമ്മയ്ക്ക് ഇനി ഒരിക്കലും ഇനി എന്തൊക്കെ പൈസ കിട്ടിയാലും ആ ഡിപ്രഷനിൽ അമ്മയ്ക്ക് എങ്ങനെ മാറാൻ പറ്റും? ആ ഷോക്കിൽ അമ്മയ്ക്ക് എങ്ങനെ മാറാൻ പറ്റും? ഞാൻ വീണ്ടും പറയുന്നത്, പണിക്ക് കയറിയത് കൊണ്ടോ സ്ഥാനത്തിൽ ഇരുന്നത് കൊണ്ടോ കാര്യമല്ല. അതിന്റെ കീഴിൽ വരുന്ന ഉത്തരവാദിത്തങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ. നമുക്ക് ആൻമേരിയുടെ വ്ളോഗിൽ ആൻമേരിയ ചെറിയൊരു കാര്യം കൺവേ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു കാര്യം കൂടെ ഒന്ന് നോക്കിയിട്ട് വീഡിയോ അവസാനം. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ. ഈ ഞങ്ങൾ നടന്നു വന്ന വഴിയിൽ ഇവിടുന്ന് അങ്ങോട്ട് വീടും പിന്നെ ചുറ്റുള്ളതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ്. പക്ഷെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റുകാരുമായിട്ട്. നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയതാണ് കേസിൽ. പിന്നെ അവരതിന് വീണ്ടും അപ്പീലൊക്കെ പോയി ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ സ്ഥലം. അതുകൊണ്ട് നമുക്കിവിടെ ഒന്ന് കാട് വെട്ടാനോ, എല്ലാവരും ചോദിക്കുക എന്താ വീട് ശരിയാക്കാത്ത, നിങ്ങൾ ഇത്രയില്ലേ, നിങ്ങൾക്ക് സഹായിച്ചുകൂടെ, വീട് ശരിയാക്കുക എന്താ ഒന്നും ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ എന്തെങ്കിലും പറ്റിയാൽ തന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഫോറസ്റ്റുകാരുടെ പെർമിഷൻ വേണം. അതുകൊണ്ടാണ് വീട് തന്നെ പ്രളയത്തിന്റെ സമയത്ത് മരം വീണിട്ട് ഫ്രണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ മരം എടുത്തു മാറ്റാൻ വരെ ഒരാഴ്ച എടുത്തു. കാരണം അവരുടെ പെർമിഷൻ ചോദിച്ച് അവരത് സാങ്ഷൻ ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ മരം വരെ എടുത്തു മാറ്റി.
ഞാൻ ഈ ഒരു പീസ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഡയമണ്ട് കപ്പിൾസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല വ്യൂസും ഇവരുടെ വീഡിയോനും ചാനലിലും ഒക്കെ ഉണ്ട്. അപ്പം നല്ല രീതിയിൽ ഒരു ഏർണിംഗ് ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ചോദ്യം വരും, ഇത്രയും പൈസ ഏൺ ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കാനോ ഈ സാഹചര്യത്തിൽ നിന്ന് മാറ്റാനോ സാധിക്കില്ലേ എന്നുള്ളത്. അപ്പൊ അത് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ ഇതിൽ ആൻമേരിയ ഇതിൽ തന്നതല്ല, എന്നത്തെയോ വീഡിയോയിൽ കൺവേ ചെയ്തൊരു സാധനമാണ്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾക്കൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ വേറെ ഏതൊക്കെ സ്വർഗത്ത് പോവാന്ന് പറഞ്ഞാലും മാറാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടാലും എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ കിടക്കേ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം എനിക്ക് വേറെ ഏടുന്നും കിട്ടൂല. അപ്പൊ ചിലപ്പോൾ ആൻമേരി ശ്രമിച്ചിട്ടുണ്ടാവാം അമ്മേനെയും അനിയനെയും ഒക്കെ മാറ്റാൻ. ചിലപ്പോൾ അമ്മയ്ക്ക് ആ ഒരു വീടിനോടും ഒക്കെയുള്ള കണക്ഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ പോവാത്തത്. ഇറ്റ് വാസ് മൈ അസംഷൻ. ആൻഡ് ഈ വീഡിയോയിൽ ആൻമേരി കൺവേ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയോ തവണ ഇതിന് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും ഫോറസ്റ്റിന്റെ കീഴിൽ കേസ് നടക്കുന്ന ഒരു സ്ഥലവും വീടും ആയതുകൊണ്ട് തന്നെ അധികാരമില്ലാണ്ട് അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നും പറയണ്ട. കാരണം എന്താണ്, നമ്മുടെ നാട്ടിൽ ഒരു വിഷയത്തിന്റെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊല്ലങ്ങളോളം സമയം വേണം അതിനൊരു തീരുമാനമാവാൻ. പെട്ടെന്നൊന്നും അതിന് തീരുമാനമാവില്ല. അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്നൊന്നും ഈ കേസ് കഴിഞ്ഞിട്ട് ആൻമേരിക്ക് വീട്ടിലൊരു മാറ്റം വരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയാണ് ഇന്നത്തെ ലീഗൽ സിസ്റ്റത്തിനെ വിശ്വസിക്കേണ്ടത്? എന്തിലാണ് വിശ്വസിക്കേണ്ടത്? എന്ത് കണ്ടിട്ടാണ് വിശ്വസിക്കേണ്ടത്? തിങ്ക്. സോ ഇങ്ങനെ കാട് ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഫോറസ്റ്റ് സംരക്ഷിച്ചിട്ടോ സർക്കാർ മുഴുവൻ ഇടപെട്ടിട്ടോ നിങ്ങളുടെ ജീവന് കിട്ടുമെന്ന്. സോ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് മാറി ജീവിക്കാൻ ശ്രമിക്കുക. ഇനിയും ഇങ്ങനത്തെ ന്യൂസുകൾ കേൾക്കാതിരിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് അലൻ്റെ അടുത്ത് ചെറിയ പ്രായമാണ്, ഒന്നും പറയാനില്ല. റെസ്റ്റ് ഇൻ പീസ്. ഓൾ അവർ പ്രേയേഴ്സ് വിൽ ബി വിത്ത് യു മോനെ. ആൻഡ് അമ്മയ്ക്കും സ്പീഡ്ലി റിക്കവർ ആവാൻ പറ്റട്ടെ ഫ്രം ദിസ് മെൻ്റൽ ട്രോമ എന്ന് ഞാൻ പറയുന്നു. ആൻഡ് ഗൈസ്, വിൽ ബി ബാക്ക് വിത്ത് അനദർ ടോപ്പിക്. ബൈ.